ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ടും പിന്നെ എൻ്റെ ടിക്കറ്റും കൊടുത്തപ്പോഴാണ് അവർ പറയുന്നത് സോറി സർ യു കാൺ ബോട്ട്. അത് നിർബന്ധമാണ്, അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മളിപ്പോൾ തായ്ലാൻഡിലാണുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 9 സംതിങ് ആയി. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അടുത്ത പരിപാടി നോക്കട്ടെ. ഓക്കെ, സോ ഇതാണ് നമ്മളെ റൂം. ഇനി എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ സൈഡ് നല്ല വേദന ഉണ്ട്. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, സോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോം സ്റ്റേ ഇതാണ്. ഇവിടെ ബേക്കിങ്ങിൻ്റെ കുറേ സംഗതികളാണ്. ഇത് ഇന്നലെ ഞാൻ വാങ്ങി വെച്ച പെപ്പർ, സോൾട്ട്, പിന്നെ കോഴിമുട, ഈ മഷ്റൂം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ കുറച്ച് ചിക്കന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റവ് അവിടെ ഉണ്ട്. പക്ഷേ ഇത് കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗ്യാസ് സ്റ്റവ് ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനത്തെ യൂസ് ചെയ്തല്ലോ. അപ്പം നോക്കട്ടെ ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ചിക്കൻ ഉണ്ടാവും, ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസ് ഫുള്ളായിട്ടുണ്ട്. ഇത് ഓരോ സംഗതികൾ ഞാൻ ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കണം. കത്തി കത്തിയില്ലേ? ചിക്കൻ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ കൂടുതൽ സംഗതികളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. പെപ്പർ പിന്നെ സോൾട്ട്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ 7-Eleven പോകുമ്പോൾ വി ഹാവ് ടു ബൈ ജിഞ്ചർ, എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമോ നോക്കണം. ജിഞ്ചർ വേണം, പിന്നെ നമുക്ക് ജിഞ്ചർ വേണം, ഇഞ്ചി ഇല്ലാത്ത നടക്കൂല. ഓക്കെ, പിന്നെ വെളുത്തുള്ളി ഞാൻ നല്ല വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഇതൊക്കെ മിക്സ് ആക്കിയിട്ടൊരു പിടുത്തം പിടിക്കണം. കുക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വിട്ടിട്ട് നേരെ ബ്രഞ്ചിലേക്ക് പോയിന്. ഇപ്പോൾ ഏകദേശം ഒരു 10-10:15 ടൈം തോന്നുന്നുണ്ട്. ഓക്കെ, സോ ഐ ഹാവ് ടു മേക്ക് ദോസ്. ഓക്കെ, ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ബ്രഞ്ച്. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് എവിടെന്നെങ്കിലൊക്കെ ചെയ്താലും മതി. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും അർജൻറ്റായിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ നേപ്പാളിൽ പോയിട്ട്, ആദ്യം നേപ്പാളിലാണല്ലോ പോയത്. നേപ്പാളിൽ പോയിട്ട് നമ്മൾ മൂന്നാമതൊരു കൺട്രിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, മൂന്നാമതൊരു തേർഡ് കൺട്രിയിലേക്ക്, അതായത് നമ്മളെ നേപ്പാളിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കല്ലാതെ, അതായത് ഇന്ത്യയിലേക്കല്ലാതെ വേറെ നമ്മൾ മൂന്നാമതൊരു കൺട്രിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NOC നിർബന്ധമാണ്. NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒന്നുള്ളതിന് പറയാം. ഓക്കെ, സോ അത് അത് നിർബന്ധമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല. ഐ ലോസ്റ്റ് 20,000 rupees ജസ്റ്റ് ഓൺലി ബിക്കോസ് ഓഫ് ദ NOC. ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നത് എയർ ഏഷ്യൻ്റെ ഒരു ടിക്കറ്റ് ആയിരുന്നു. എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാഠ്മണ്ഡുന്ന് ഇവിടെ തായ്ലാൻഡിലേക്ക് ഡോൺമ്യോങ് എയർപോർട്ടില്ലേ, അങ്ങോട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഫ്ലൈറ്റിൽ കയറാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NOCൻ്റെ ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഇത് ഞാൻ ChatGPTയോടൊക്കെ ചോദിച്ചു നോക്കി. ChatGPTക്ക് ഐഡിയ ഇല്ല. ChatGPT അങ്ങനത്തെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന്, അതായത് എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ടും പിന്നെ എൻ്റെ ടിക്കറ്റും കൊടുത്തപ്പോഴാണ് അവർ പറയുന്നത് സോറി സർ യു കാൺ ബോട്ട് ബിക്കോസ് യു ഹാവ് ടു ബ്രിങ് ദ NOC സർട്ടിഫിക്കറ്റ്. അപ്പം ആ സമയത്ത് സീരിയസ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കുള്ള ഫ്ലൈറ്റ് ഞാൻ 12 മണിക്ക് അവിടെ എത്തിയിട്ട് ഇത് എനിക്ക് ആ സമയം കൊണ്ട് എത്തിച്ച് കൊടുക്കണമല്ലോ. ഞാൻ പെട്ടുപോയില്ലേ, എന്താ ചെയ്യുക? അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ എംബസിക്ക് നേരെ വിട്ടു. അവർ പറഞ്ഞു നിങ്ങൾക്ക് 2 മണിക്കൂർ എങ്ങനെയായാലും ടൈം ഉണ്ടാവും. സോ 2 മണിക്കൂർ 2.5 മണിക്കൂർ എങ്ങനെയായാലും ടൈമുണ്ട്. സോ നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയപ്പം അവർ ഭക്ഷണം കഴിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയവരെ ഞങ്ങൾ കാത്തുന്നു. 3 മണിക്ക് തിരിച്ച് വരുന്ന പറഞ്ഞില്ലേ. എനിക്ക് എന്തായാലും ആ ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് ഉറപ്പായി. ഏസ് ഫെയറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല, എനിക്കത് അതിൻ്റെ ഡേറ്റ് മാറ്റാനും പറ്റില്ല. അപ്പം ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ആ ഫ്ലൈറ്റ് മിസ്സായി.
ആ ഫ്ലൈറ്റ് പോയി. പിന്നെ ഞാൻ അന്ന് രാത്രിക്കുള്ള തായ് എയർവേസിൻ്റെ ടിക്കറ്റാണ് ഞാൻ എടുത്തത്. തായ് എയർവേസിൻ്റെ ഒരു ടിക്കറ്റ് എടുത്തു. അതിന് എനിക്ക് കോസ്റ്റ് ആയത് 19,000 സംതിങ് ഉറുപ്പ്യാണ്. 20,000 ഉറുപ്പ്യൻ്റെ ചോടെ എനിക്ക് കോസ്റ്റ് വന്നു. ഈ NOC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ഇതിനെപ്പറ്റി എനിക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനിത് വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അത് ബുക്ക് ചെയ്തു. ഇവിടെ 3 മണിക്ക് അവരെത്തുമെന്ന് പറഞ്ഞിട്ട് 3 മണിക്ക് എത്തിയില്ല. ഒരു 4 മണി 4:30 ആകുമ്പോഴാണ് അവരെത്തുന്നത്. അങ്ങനെ ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തു നിൽക്കുക. ഇതിന് പേപ്പർ ഫില്ല് ചെയ്യണം. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതിൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് പേജ്, ഓക്കെ, അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണം. പിന്നെ ഇത് രണ്ടുമാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് വേണ്ടത്. പിന്നെ 2 ഫോട്ടോ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, 3 ഫോട്ടോ വെക്കാനുള്ള ഇത് അതിലുണ്ട്. പക്ഷേ 2 ഫോട്ടോ നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. ഈ 3 സംഗതികളായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ അവിടുന്ന് അകത്തേക്ക് വിടും. അകത്ത് വെച്ചിട്ട് നമുക്കൊരു 3 ഫോം തരും. ഓക്കെ, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ ഇന്നേ ദിവസം ഇന്ന ഫ്ലൈറ്റിൽ ഇന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണ് ഉണ്ടാവുക. അതിൽ ഫോം ഫില്ല് ചെയ്യുക, നമ്മുടെ ഫോട്ടോ ഒട്ടിക്കുക, നമ്മുടെ സൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. കൊണ്ടുപോയി കൊടുക്കുമ്പോൾ 3,100 നേപ്പാളി റുപ്പീസ് നമ്മളെ കയ്യിൽ എന്തായാലും വേണം. ഞാൻ 330 മറ്റാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് അവിടെ ഞാൻ മുഞ്ചി. അവിടുന്ന് അങ്ങനെ എൻ്റെ അടുത്ത് അത്രയും പൈസ ഇല്ല. ആകെ $300 ഉണ്ടായിരുന്നു. പക്ഷേ ഡോളർ ഓലെടുക്കില്ല, ഇന്ത്യൻ മണി ഓലെടുക്കും. അതിന് ഓൾമോസ്റ്റ് അതിൻ്റെ 3,100ൻ്റെ ഇന്ത്യൻ മണി എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നത് ആ എമൗണ്ടാണ് അവർ കൊടുക്കേണ്ടത്. ഏകദേശം ഓൾമോസ്റ്റ് 2,000 രൂപേൻ്റെ റേഞ്ചിലായിട്ടുണ്ടാവും. അതും എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്ത് ടോട്ടൽ എത്ര ഇന്ത്യൻ പൈസ നോക്കുമ്പോൾ ഒരു 400-700 അങ്ങനെ എന്തോ ഇന്ത്യൻ പൈസയും പിന്നെ ഒരു 1000 സംതിങ് അങ്ങനെ എന്തോ അതുമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പം അതും എനിക്ക് ഒപ്പിക്കാൻ പറ്റിയില്ല. അവിടെ ഞാൻ മോഞ്ചി. പിന്നെ ഞാൻ കറൻസി ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ വലിയൊരു ഉപയോഗം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻസി അതായത് എൻ്റെ അടുത്ത് $100 നോട്ടുകളാണ് ഫുള്ളുള്ളത്. അപ്പം ഇത് ഞാൻ ചേഞ്ച് ആക്കുമ്പോൾ ഫുള്ളായിട്ടും അതായത് നേപ്പാളി റുപ്പീസ് മാത്രമേ തരുള്ളൂ. $50 അതും $50 ബാലൻസ് എന്നുള്ള ആ ഒരു പരിപാടിയൊന്നും ഇല്ല. അപ്പം പിന്നെ സ്വൈപ്പ് ചെയ്യില്ലാതെ വേറൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ ATMയിലേക്ക് വിട്ടു. അന്ന് ഞാൻ ATMയിൽ പോയിട്ട് എമൗണ്ട് എടുത്തിട്ട് തിരിച്ചു വന്നു. ATM പോകുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൂടുതൽ എന്താണോ വേണ്ടത് ആ എമൗണ്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, മറ്റേന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അന്ന് 3,000 ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 3,000 എനിക്ക് 3,000 നേപ്പാളി റുപ്പീസിന് 1,000 നേപ്പാളി റുപ്പീസ് എനിക്ക് എക്സ്ട്രാ ചാർജായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് 6 മണിക്കാണ് എനിക്ക് ഈ പേപ്പർ തന്നെ കിട്ടുന്നത്. NOC കിട്ടുന്നത് 6 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എ ഫ്ലൈറ്റ് ദാറ്റ് ഇന്ന് രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ചെല്ലുക. എന്നാൽ ഒരു ഉച്ചര 1:45 അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിലായിട്ട് നിങ്ങൾക്ക് NOC കിട്ടും. മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്ത പിടിച്ച പരിപാടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മാതിരി മൂഞ്ചും. എനിക്ക് രണ്ടാമത്തെ ടിക്കറ്റിന് 20,000 രൂപ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പം ആ 20,000 രൂപ എനിക്ക് നഷ്ടമാണ് ശരിക്ക്, അല്ലേ? 8,000 സംതിങ്ങിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് 8,000 സംതിങ്ങിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് അതിനെനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പുറമെ ആ ഒരു പൈസയും പോയി. പിന്നെ 20,000 രൂപയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നു. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, NOC നിർബന്ധമായിട്ടും വേറൊരു മൂന്നാമതൊരു കൺട്രിയിലേക്ക് നേപ്പാളിൽ നിന്ന് പോകുമ്പം ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് നിർബന്ധമാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചിട്ട് വേണമെന്ന് ചോദിച്ചപ്പം പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞത് വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലെനിക്ക് ഉറപ്പില്ല. നിങ്ങൾ നേപ്പാളിലേക്ക് വരുമ്പോൾ നേപ്പാളിൽ നിങ്ങൾ കാല് കുത്തുമ്പോൾ തന്നെ അപ്പുറത്ത് വന്നിട്ട് ചോദിക്കുക, സർ ഐ ആം ഗോയിങ് ബാക്ക് ടു മൈ കൺട്രി, സോ ഇഫ് അത് ഈ NOC നിർബന്ധമാണോ അല്ലയോ എന്നുള്ള കേസ് നിർബന്ധമായിട്ടും ചോദിക്കുക. എല്ലാം എന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ മൂഞ്ചി കുത്തിരിക്കേണ്ടി വരും.
പൈസ തന്നെ നഷ്ടം, സമയനഷ്ടം, എല്ലാ തേങ്ങയും വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, സോ NOCൻ്റെ കാര്യം മറക്കണ്ട, ഇല്ലയെന്നുണ്ടെങ്കിൽ ആകെ മൂഞ്ചി തെറ്റും. ഓക്കെ ഗൈസ്.